കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പാസ്റ്ററിൻ്റെ അടുത്ത് ദൈവം നേരിട്ട് സംസാരിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയിരുന്നു സംസാരിക്കുന്നത്. ഗുരുത്വത്തിന് ആ മനുഷ്യൻ അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: സഭയുടെ കുറ്റം എന്തെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ തലമുറയിൽ നിന്ന് തിന്മ മാറുകയില്ല. എത്ര കൂളായിട്ടുള്ള ശാപമുള്ള ദൈവം നൽകുന്നത്. ഇനി കേരളത്തിലെ പാസ്റ്റർ ഉണ്ടല്ലോ, ഈ പാസ്റ്റർ ഈ കാര്യത്തിൽ കോപ്പിയടി നടത്തിയതാണ്. വേറൊന്നുമല്ല, നൈജീരിയയിൽ ഒരു പാസ്റ്റർ ജെറമിയ, അദ്ദേഹത്തോടും ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം അദ്ദേഹത്തെ നേരിട്ട് ഫോണിലാണ് വിളിക്കുന്നത്. അതും ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ദൈവം യാത്ര ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കോൾ വരുന്നത്. കുരുത്തിന് ആ മനുഷ്യനത് സ്പീക്കർ ഫോണിൽ ഇട്ടുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. ദൈവം സംസാരിച്ച് കഴിയുമ്പോൾ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: യെസ് ലോഡ്, യുവർ സർവൻറ്റ് ഈസ് ലിസണിങ്. ഈ പാസ്റ്ററും ബൈബിൾ കോട്ട് ചെയ്ത് തന്നെയായിട്ടാണ് മറുപടി പറയുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു, സാത്താൻ ബൈബിൾ കോട്ട് ചെയ്യാണ്. സാത്താൻ നമ്മളെക്കാളും നന്നായിട്ട് ബൈബിൾ അറിയാം. ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ 2 പ്രലോഭനങ്ങളെ ബൈബിൾ കോട്ട് ചെയ്താണ് അതിജീവിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ പ്രലോഭനം സാത്താൻ കൊടുക്കുമ്പോൾ അവൻ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സങ്കീർത്തനമുണ്ട്, സങ്കീർത്തനം 91. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാലേ മാലാഖമാരെ നിന്നെ സംരക്ഷിക്കും. അതാണല്ലോ സങ്കീർത്തനം 91 പറയാം. അത്യുന്നതൻ്റെ സംരക്ഷണമാണ് ആ സങ്കീർത്തനം പറയുക. സാത്താൻ അതെടുത്ത് മിസ്പ്ലേസ് ചെയ്യാണ്, അത് വളച്ചൊടിക്കുകയാണ്. ദൈവത്തിൻ്റെ ടൈം ടേബിളും ദൈവത്തിൻ്റെ അജണ്ടയും തെറ്റിക്കാൻ ഈശോയോട് പറയാണ്. സാത്താൻ ബൈബിൾ കോട്ട് ചെയ്യും, പക്ഷെ അത് മിസ്പ്ലേസ് ചെയ്യും അവൻ. അതാണ് അവൻ്റെ പ്രത്യേകത. ചില ആൾക്കാർ പറയും, ഞാൻ ദൈവത്തോട് കൺസൾട്ട് ചെയ്തു, ദൈവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് ദൈവം കാണിച്ചെന്ന വഴിയാണ് എന്ന ആധികാരികതയോടെ ചില ആൾക്കാരിങ്ങനെ പറയും. വചനം കോട്ട് ചെയ്തിട്ട് തന്നെ പറയാം. സൂക്ഷിക്കണം, കാരണം സാത്താന് നന്നായിട്ട് ബൈബിൾ അറിയാം. അവൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വചനത്തെ എങ്ങനെ വളച്ചൊടിക്കാമെന്നും അവന് നന്നായിട്ടറിയാം. സൂക്ഷിക്കണം.